സംസ്ഥാനത്ത് മോദി വിരുദ്ധ തരംഗമുണ്ടെന്നും കേന്ദ്ര സർക്കാരിനെതിരെ വികാരം ശക്തമാണെന്നും മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും ചേർന്നു നടത്തിയ സർവേയുടെ അനുബന്ധ ചോദ്യങ്ങളുടെ വിശകലനത്തിലും ഫലത്തിലും വ്യക്തമാണ്. എന്നാൽ സർവേയുടെ വോട്ട് വിഹിതം നോക്കുമ്പോൾ BJP നയിക്കുന്ന NDA എല്ലായിടത്തും വോട്ടുയർത്തുകയും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കടുത്ത മത്സരം നടത്തുകയും ചെയ്യുന്നുവെന്ന് കാണാം. കേന്ദ്ര സർക്കാരിനെതിരെ ഇത്രയും ശക്തമായ വികാരമുണ്ടായിട്ടും കേരളത്തിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ശബരിമല സമരത്തിന്റെ ബലത്തിന്മേലാണെന്നും സർവേ സൂചികകൾ വ്യക്തമാക്കുന്നു. പക്ഷേ മലബാറിലും മധ്യ കേരളത്തിലും ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായതായി സർവേയിൽ വ്യക്തമായിട്ടില്ല. എന്നാൽ തെക്കോട്ട് വരുംതോറും ശബരിമല വികാരത്തിന്റെ ശക്തി കൂടിക്കൂടി വരികയും പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ അത് വീശുന്നുണ്ടെന്നുമാണ് സർവേയിൽ കാണാൻ കഴിഞ്ഞത്. ശബരിമലയെ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മലബാറിലെ വോട്ടർമാർ കാണുന്നില്ല എന്നാണ് സർവേയിൽ തെളിഞ്ഞത്. മറുനാടൻ സർവേയിലെ മലബാറിലെ കണക്കുകൾ മാത്രം എടുത്താൽ വെറും 10% വോട്ടർമാർ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ശബരിമലയാണ് എന്ന് രേഖപ്പെടുത്തിയത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് തെറ്റല്ല, പക്ഷേ തിടുക്കം കൂടി എന്നാണ് 51% വോട്ടർമാരും അഭിപ്രായപ്പെട്ടത്. 22% പേർ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്ന് പറയുമ്പോൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നവർ 25%. ശബരിമല വിഷയത്തിൽ BJPക്കൊപ്പമാണെന്ന് പറയുന്നവർ വെറും 10% പേർ മാത്രമേയുള്ളൂ. എന്നാൽ 27% പേർ CPMനെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കുമ്പോൾ 30% പേർ കോൺഗ്രസിനൊപ്പമാണ്. എന്നാൽ 33% വരുന്ന ഒരു വലിയ വിഭാഗം ഈ ചോദ്യത്തോട് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്ന പ്രശ്നമായും മലബാറിലെ വോട്ടർമാർ കാണുന്നില്ല എന്ന് വ്യക്തമാണ്. കാസർഗോഡും പാലക്കാടും അല്ലാതെ മലബാറിൽ മറ്റൊരിടത്തും BJPയുടെ വോട്ടിൽ കാര്യമായ വർധന കാണുന്നില്ല. ഏതാണ്ട് സമാനമായ ഡാറ്റ തന്നെയാണ് മധ്യ കേരളത്തിലും ലഭിക്കുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ അതല്ല സ്ഥിതി. ഇവിടുത്തെ സർവേ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ്. തെക്കൻ കേരളത്തിലെ 5 മണ്ഡലങ്ങളിൽ നിന്ന് നടത്തിയ സർവേയിൽ ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയോ എന്ന ചോദ്യത്തിന് വെറും 10% പേർ മാത്രമാണ് സർക്കാർ നടപടിയെ അനുകൂലിക്കുന്നത്. 30%വും എതിർക്കുന്നുണ്ട്. LDFന്റെ വോട്ടർമാർക്ക് പോലും ഇവിടെ തെറ്റല്ല, പക്ഷേ തിടുക്കം കൂടി എന്ന് രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. ഒരു ഹിന്ദുമത വിശ്വാസ പ്രശ്നമായതുകൊണ്ട് മറ്റു മതസ്ഥർ അഭിപ്രായം പറയാതെ മാറി നിന്നതാകാമെന്ന് ഊഹിക്കാമെങ്കിലും 35% ആളുകൾ അഭിപ്രായമില്ല എന്ന് രേഖപ്പെടുത്തിയതും ഒരു അമർഷത്തിന്റെ സൂചനയായി വിലയിരുത്താം. അതിനാൽ തന്നെ തെക്കൻ കേരളത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരായ വികാരമുണ്ട് എന്ന് വ്യക്തമാണ്. ഇനി അതിൽ നിന്ന് ഏത് പാർട്ടിയാണ് മുതലെടുക്കുന്നത് എന്നറിയാൻ അടുത്ത ചോദ്യം പരിശോധിക്കാം. ശബരിമല വിഷയത്തിൽ നിങ്ങൾ ഏത് പാർട്ടിക്കൊപ്പമാണ് എന്ന ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നത് BJPക്കാണ്. ഇവിടെ CPM കോൺഗ്രസിനും പിന്നിലാണ്. ഇവിടെയും 33% പേർ അഭിപ്രായം പറയാതെ മാറി നിൽക്കുകയാണ്. പക്ഷേ ലഭ്യമായ ഡാറ്റ പ്രകാരം ശബരിമല സമരം BJPക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നു. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും ലഭിക്കുന്ന വർദ്ധിച്ച പിന്തുണ സർവേ ഫലത്തിലും കാണുന്നുണ്ട്. ശബരിമല പ്രശ്നവും അനുബന്ധ സംഭവ വികാസങ്ങളും കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ എപ്രകാരം സ്വാധീനിക്കുമെന്ന് പറയാനാവില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത്. ശബരിമല വിഷയത്തിൽ മറുഭാഗത്ത് സമാനമായ കൺസോളിഡേഷൻ ഉണ്ടാകും എന്നതാണ് ഇതിലൊന്ന്. മാത്രമല്ല, ലിംഗനീതി വിഷയം മുൻനിർത്തി യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും പിന്തുണ കൂടുതലായി ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുമുണ്ട്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞേക്കാവുന്ന വോട്ടുകളെ ബാലൻസ് ചെയ്യാനോ മറികടക്കാനോ വരെ ഈ പുത്തൻ വോട്ടുകൾ കൊണ്ട് LDFന് സാധിച്ചേക്കുമെന്ന് നിഗമനമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്ക് ശബരിമല മൂലമാണെന്ന് ഉറപ്പാണ്.